ഇല്ലോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങിനി വന്നോട്ടേ നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി നാട്ടുമാവിൻ കൊമ്പിലേതോ കോകിലം ചൊല്ലി സല്ലാപം കാറ്റുകാടാ കുരുവി പാടി മംഗളം നാളെ മാംഗല്യം താമരപ്പൂ തുമ്പി പോലെ ചന്ദനക്കുളിരിൽ നീരാടാൻ പെൺകിടാവേ നീ വരുമ്പോൾ നെഞ്ചിലെ താലപ്പൊലി വേണം അരയന്നത്തൂവലിലണിയാൻ അണിമഞ്ഞിൻ തുള്ളികൾ വേണം നാടം മൂടും കണ്ണെന്നെഴുതാനാരും കാണാ കാർമുകിലിൻ മഷി വേണം എല്ലോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങിനി വന്നോട്ടേ നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം ഇല്ലോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങിനി വന്നോട്ടേ ദേവു എന്തോ ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സൂപ്പർ. ഓക്കെ ചോദിക്കാം. ആ ഹരിച്ചേട്ടാ മോളെ ദേവിക എന്തോ നന്നായിട്ട് പാടി, താങ്ക് യു സർ സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു നല്ല സോങ് സെലക്ഷൻ എന്ന് വെച്ചാൽ ഈ റൗണ്ടിന് പറ്റിയ ഒരു പാട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആണ്. ചിറ്റപ്പനും സുജാത ആൻറ്റിയും സൂപ്പറായിട്ട് പാടി വെച്ചിട്ടുള്ള ഭയങ്കര രസമാണ്. ഇത് വിഷ്വൽ ആണെങ്കിലും എന്താ പറയുക, മോള് ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് തന്നെ പാടി. ലിറിക്സ് ആണെങ്കിലും ലാസ്റ്റ് മാത്രം നാടോടി പൂന്തിങ്കൾ മുടിയിൽ തൂടി അല്ലേ, ചൂടി തൂടിയായിപ്പോയി. പിന്നെ ഈ നമ്മളൊരു സ്റ്റാൻസയിലൊക്കെ ഇതിന്റെ ഒറിജിനലിൽ കേട്ടിട്ടില്ല, ഭയങ്കര ത്രോ ഉണ്ട് ഈ പാട്ടിന്. ഇതിന്റെ അനുപല്ലവിയൊക്കെ തുടങ്ങുന്നത് അതൊന്ന് പാടിക്കുക. അനുപല്ലവി ഒന്ന് അത് പാരിജാതം അങ്ങനല്ലേ, പാരിജാതം പൂത്തിറങ്ങും താനന താനാനാനാ. ആ ഒരു പാരിജാതം അങ്ങനെ ഇല്ല, പാരിജാതം താനനന്ന താനനന്നരേ നന്നനെ താനനന്ന താനനന്നെ താനനേ താനനേ രട്ട നീനരേ രത്തര. ആ സ്മൈലൊക്കെയാണ് ഞാൻ മിസ് ചെയ്തത്. കുറച്ചും കൂടി ഒരു എക്സ്പ്രസീവ് ആവാൻ തോന്നി. നീരേ താരേ ദാരേ നനനനേ എള്ളോളം നന്ദരന്നട്ടേ. ഞാനൊക്കെ ഇല്ലേ, അതൊരു കോൺവെർസേഷൻ പോലെ പോകുന്ന ആ പാട്ട്. അപ്പൊ അത് കുറച്ചും കൂടി മോളൊന്ന് രസമാക്കി പാടിയിരുന്നെങ്കിൽ ഒന്നുകൂടി ഇംപ്രസീവ് ആയിരുന്നു. എന്നാലും ദേവികയുടെ പ്രീവിയസ് റൗണ്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ രസമായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ദേവിക നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു പിന്നെ ദേവിക നല്ലൊരു പാട്ട്, ഈ ഒരു പാട്ടും കൂടെ വന്നപ്പോഴോ ഓ ദൈവമേ അവള് നന്നായിട്ട് പാടണേന്ന്, നന്നായിട്ട് തന്നെ പാടിട്ടാ. നാടൻ പെണ്ണായോ ഉണ്ടല്ലോ ഹൈ പോകുന്നത്, അതാണ് ഒരുവിധം എല്ലാ സ്ഥലത്തും ആ പ്ലാൻ ഹിറ്റ് ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് പല്ലവിയിൽ അത് ഇച്ചിരി പ്രശ്നമായിരുന്നു. അത് അടുത്തതിലൊക്കെ കുഴപ്പമില്ലാതെ അത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒറ്റ ബ്രത്തിൽ പാടേണ്ട ലൈനില്ലേ, അതൊക്കെ പിന്നെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്തു കേട്ടോ. അത് വലിയ കുഴപ്പമില്ലാതെ 4 കാലിൽ വീണിട്ടുണ്ട്.
പിന്നെ നമ്മുടെ നാട്ടുമാവിൻ്റെ അവിടെ അത് ശരിക്കും ഒരു ഓഫിലാണല്ലോ ഇത് തുടങ്ങണം. അപ്പോൾ അത് അവിടെ മാത്രം ഒരു ടെമ്പോ ഒരു ഇതുപോലെ തോന്നി. ബാക്കി അതർവൈസ് കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് തന്നെ പാടി. പിന്നെ വേറെ ഒരു വലിയൊരു കയ്യടി, ഒരു ഡുവറ്റാണ് ഒറ്റയ്ക്ക് നിന്ന് പാടിയത്. അത് ശരിയാ. ബാക്കി ഒരു ഇതൊക്കെ മോള് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. നന്നായിട്ട് തന്നെ പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഹായ് മോളെ. ഹായ് സാർ. നല്ല പാട്ടാടാ, നല്ല എന്താ പറയുക, സുഖമുള്ള ഒരു പാട്ട്. എപ്പോൾ വേണേലും കേട്ട് സെലക്ഷൻ. നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ കേട്ടോ കുഞ്ഞ്. അതിൽ 150 മാർക്ക് ഞാൻ തരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ അത്ര ഇല്ല എങ്കിലും ഞാൻ കടം മേടിച്ച് തരിക കുഞ്ഞിന്. പിന്നൊരു എനിക്കുള്ള ഒരൊറ്റ ഡൗട്ട് മോളെ, ഈ സിങ്കപ്പേഷൻ അല്ലേ, ഈ ഒരു താളക്കെട്ട്, അപ്പം നമ്മൾ അതിൽ നിന്നും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഇപ്പോൾ പാരിജാതം തുടങ്ങുന്നു, തക്കിട്ട പാരിജാതം എന്ന് തന്നെ പറയണ്ടേ? തക്കപ്പാരിജാതം അല്ലല്ലോ, ആണോ? തപാരിജാതം അല്ല. അപ്പോൾ ചെങ്കച്ചപ്പാരിജാതം തീക്കത്താത്ത, അപ്പം തക്കിട്ട എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് മോള് അത് കൃത്യമായിട്ടില്ല ആ ചരണത്തിലും അനുപല്ലവിയിലും തുടങ്ങിയത്. നമുക്കത് മനസ്സിലായോ? മനസ്സിലായി. എന്നെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കാമോ? എങ്ങനെയാണത്? അത് കൃത്യമായിട്ട് ആ ഒരു ഇന്റർവെല്ലിൽ പറഞ്ഞിട്ട് മോളൊന്ന് പാടിയേ. 1 2 3 4. ഇപ്പോഴും കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. 1 2 തക്കിട്ട. ഗുഡ് 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 മോളെ. എപ്പോഴും ഇങ്ങനെയുള്ള തുടക്കങ്ങൾ നമ്മൾ നോക്കിക്കോണം. എത്ര അക്ഷരം തള്ളിയാണ് അത് കൃത്യമായിട്ട് വരുമ്പോഴേ ആ ഗ്രൂവും കൂടെ വരുമ്പോഴത്തേക്ക് പക്ക ആവത്തുള്ളൂ. പിന്നെ എനിക്കിതിൽ ഈ പാട്ടിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം, പാച്ചു. പൊന്നളിയാ. ഇല്ല ഷാനെ, ഞാൻ നോക്കുമ്പോ ഇത് ഭയങ്കര ഉത്സാഹത്തോടെ എന്ന് പറഞ്ഞു. അവസാനം ആ മൈക്കിന്ന് തുപ്പലിട്ട് വീഴുന്നു. അത്രയും അല്ലല്ല പാച്ചു. പക്ഷേ സമ്മതിക്കണം, നിന്റെ ക്ഷമയും. അതെ, അടുത്തിരിക്കുന്നവർക്ക് അതൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷെ എങ്കിലും അത്രയും ഇരുന്ന് പറഞ്ഞില്ലേ, അതൊരു വലിയ കാര്യമാണ്. ഞങ്ങൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലതും ഈ കൊച്ചു പാടിയത് ശ്രദ്ധിക്കാൻ പറ്റാതായപ്പോൾ നിന്റെ ഒരു ചിക്കി ചായയിലാണ് മൊത്തം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിഞ്ഞില്ല. നിന്റെ അവസ്ഥ നോക്കിയിട്ട് ബുദ്ധിമുട്ടുമുണ്ട് മനസ്സിൽ. പിന്നെ അവരൊക്കെ അനുഭവിക്കട്ടെ എന്നുമുണ്ട്. അവസാനമായപ്പോഴും തുപ്പല് മാറി ചോരയായി. എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ശരത് സാറിനെ നോക്കിയപ്പോ ശരത് സാർ ഇങ്ങനെ കണ്ണു ഇങ്ങനെ നോക്കുക. ഹരിയൊക്കെ കൈവിട്ട് ചിരിക്കായിരുന്നു. ഹരിക്കൊന്നും നിൽക്കാൻ വയ്യ. എനിക്ക് പറ്റുന്നില്ല. എന്തൊക്കെയാലും പാച്ചു മക്കളെ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഓക്കെ ദേവു, എന്തോ മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. യെസ്, മാർക്ക് 8.7. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.7. താങ്ക് യു സർ. ഹരിച്ചേട്ടാ ഇത്തവണ സെലക്ഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതുകൊണ്ട് 8.8. താങ്ക് യു സർ.